ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയൊരു അപകടമാണ് നാം ചെയ്യുന്ന ചില പ്രവൃത്തികളെ നാം തന്നെ ഉയർത്തി സ്വയം സംതൃപ്തരായി മുന്നോട്ട് പോവുക എന്നുള്ളത്. എന്തെന്നാൽ കർത്താവിന് നമ്മളെക്കുറിച്ച് എന്താണ് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? ഇത് നമ്മളൊന്ന് കേൾക്കുക, മനസ്സിലാക്കുക. നാം എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളതല്ല. നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ? അത് ദൈവസന്നിധിയിൽ പ്രസാദവും പൂർണ്ണതയുമുള്ളതാണോ? ദൈവശബ്ദത്തിന് അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യണം. ഇത് നമ്മുടെ കടമയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത ചിലതിൽ സ്വയം സംതൃപ്തരായി മുൻപോട്ട് പോയാൽ അതൊന്നും ഒരിക്കലും ദൈവപ്രസാദത്തിന് കാരണമാകണമെന്നില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ 2 ഭാഗങ്ങളിലേക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അത് മനസ്സിലാകും. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷെ മരിച്ചവനാണ്. എല്ലാ കാര്യങ്ങളും ചടങ്ങിന് നടക്കുന്നുണ്ട്, പക്ഷെ ദൈവം നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പൂർണ്ണതയില്ല. അതുകൊണ്ട് മടങ്ങി വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്ന ബൈബിൾ ക്ലാസ്സിൻ്റെ ഒരു എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഏഷ്യ മൈനറിലെ 7 സഭകളോട് കർത്താവ് പറഞ്ഞ ദൂതുകൾ അഥവാ സന്ദേശം നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് സർദീസ് എന്ന് പറയുന്ന ഒരു സഭ, സർദീസ് സഭയോട് ദൈവത്തിന് എന്താണ് സംസാരിക്കുവാനായിട്ടുള്ളത്? സർദീസ് സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ മരണാവസ്ഥയിലാണ്. നമ്മൾ പറയത്തില്ലേ, വെന്റിലേറ്റർ ബിലീവേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ. വിശ്വാസികളാണോ എന്ന് ചോദിച്ചാലാണ്, ദൈവമക്കളാണോ എന്ന് ചോദിച്ചാലാണ്, പക്ഷെ വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയാണ്. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടെ പ്രവർത്തികൾ ചിലത് ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവത്തിന് പ്രസാദകരമാകുന്നില്ല. സർദീസിലെ സഭയോടുള്ള ദൈവത്തിൻ്റെ ദൂതുകളും ആലോചനകളും ചിന്തിച്ച് പഠിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് നമ്മുടെ തലയ്ക്കകത്ത് കയറ്റിയിട്ട് യാതൊരു കാര്യവുമില്ല. ആ ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ ആ അറിവുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവം നമ്മിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി യഥാർത്ഥമായ ഒരു തിരിച്ചുവരവ് നടത്തുമ്പോഴാണ് നമ്മുടെ ആത്മീക ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പോകാം നമുക്ക് സർദീസ് സഭയുടെ ദൂതിലേക്ക്. സർദീസ് സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ. 7 ആത്മാവ് 7 നക്ഷത്രങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ മുൻപിലത്തെ ക്ലാസ്സുകളിൽ നൽകിയതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അതാണ് ഞാൻ പ്രാരംഭത്തിൽ മുഖവരിയായിട്ട് പറഞ്ഞത്. പല സമയങ്ങളിലും നമ്മൾ ചിലതെല്ലാം ചെയ്യുന്നുണ്ട്, ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ പല സമയത്തും നമ്മൾ ഉയർത്തിപ്പിടിച്ച് സ്വയം നീതീകരണത്തിലൂടെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സത്യമല്ലേ? ഞാനത് ചെയ്യുന്നു, നിങ്ങളത് ചെയ്യുന്നു എന്ന് നമ്മൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ അതതിൻ്റെ ശരിയായ നിലയിലാണോ എന്നുള്ളത് ദൈവം നമ്മളോട് ഉറപ്പ് തരുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയുള്ളതാകത്തുള്ളൂ. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? ഇവിടെ സർദീസ് സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്താണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്, ഇല്ലേ? ആത്മീക ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നിറവോളം നിറഞ്ഞു വരുന്ന, തലയാകുന്ന ക്രിസ്തുവിനോളം നമ്മൾ എത്തിച്ചേരുന്ന ഒരു വലിയ യാത്രയിലാണ് നമ്മൾ. ഇത് വലിയൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും അതെ, നീ മരിച്ചവനാകുന്നു. എത്ര ദുഃഖകരമായ ഒരു പ്രസ്താവനയാണ്.
ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ നീ മരിച്ചവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ മരിച്ച അവസ്ഥയിലാണോ? ആത്മീയമായി മരിച്ച അവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ സ്വയം ശോധന ചെയ്യുക. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചത്? അതിലേക്ക് ഞാൻ വരാം. ഈ സർദീസ് സഭ എന്ന് പറയുന്നത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 16, 17, 18 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നവീകരണത്തോടനുബന്ധിച്ച് കുറച്ച് അന്ധവിശ്വാസങ്ങളും അന്യാരാധനകളും എല്ലാം സഭയിൽ നിന്ന് പുറത്തുപോയി ആത്മീക കൂട്ടായ്മയിലേക്ക് വന്നു. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ആ കൂട്ടായ്മ വന്നില്ല. അതാണ് സർദീസ് സഭയുടെ ദൂത് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഞാൻ കുറച്ച് മനസ്സിലാക്കാനായിട്ട് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനതൊന്ന് സൂചിപ്പിച്ച് മുൻപോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കുക, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, പക്ഷെ മരിച്ചവനാണ്. എന്തു ചെയ്യുക? ഉണർന്നുകൊള്ളുക. എപ്പോഴും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഉണർന്ന് മുൻപോട്ട് പോകണം എന്നുള്ളതാണ്. ഇല്ലേ? വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു യന്ത്രത്തെ പോലെ നമ്മളായിരിക്കുക എന്നുള്ളതാണ്. ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ മത്തായി സുവിശേഷം 24, 25 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ മനുഷ്യപുത്രൻ നനയ്ക്കാത്ത നാഴികയിൽ ചിന്തിക്കാത്ത സമയത്ത് വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക എന്നീ പദങ്ങളൊക്കെ യേശു പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനായിട്ട് കാത്ത് ഒരുങ്ങി നിൽക്കുന്ന ദൈവമക്കൾ എപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണർവുണ്ടാകണം. ഉറക്കത്തിലേക്കും മൃതാവസ്ഥയിലേക്കും പോകുവാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുൻപോട്ട് പോകുവാൻ. ഇവിടെ സഭയുടെ പ്രവർത്തികൾ ദൈവസന്നിധിയിൽ അതേ കുറവും കുറ്റവും ഇല്ലാത്തതായിട്ട് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പൂർണ്ണതയില്ലാതെ ഇരിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണതയുള്ളതായി തീരുക എന്നുള്ളതാണ്. ഞാൻ നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, പക്ഷേ ദൈവം നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടോ? ദൈവം നമ്മളോട് ഉറപ്പ് തരുന്നുണ്ടോ? നീ ചെയ്യുന്നത് എൻ്റെ ഹിതപ്രകാരമാണ്, എൻ്റെ ഇഷ്ടപ്രകാരമാണ് എന്നുള്ളത്. അപ്പം അത് ആ ഒരു ഇഷ്ടത്തിലേക്ക് വരുവാൻ നാം ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? 3-ാമത്തെ വാക്യം, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്തെന്നോർത്ത് അത് കാത്തുകൊള്ളുക, മാനസാന്തരപ്പെടുക. ഇവിടെയാണ് പ്രശ്നം സംഭവിച്ചത്. ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. തിരുവചന സന്ദേശങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. ഞായറാഴ്ച കേൾക്കുന്നു, ബുധനാഴ്ച കേൾക്കുന്നു, വെള്ളിയാഴ്ച കേൾക്കുന്നു, ആയിരക്കണക്കിന് സന്ദേശങ്ങൾ യൂട്യൂബിൽ, പവർ വിഷനിൽ, പ്രസംഗങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. പക്ഷെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് പറഞ്ഞത്, നീ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എന്തെന്നോർത്ത് അത് കാത്തുകൊള്ളുക. നമ്മൾ കേൾക്കുന്നവരല്ല, കേൾക്കുന്നത് കാക്കുന്നവരായിട്ട് മാറുക. എബ്രായ ലേഖനത്തിൽ ഒരു ആത്മീക മന്ദത ബാധിച്ച് പിന്മാറ്റത്തിലേക്ക് പോകുവാനായിട്ട് നിൽക്കുന്നവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. അപ്പൊ കേട്ടതിനെ ശ്രദ്ധയോടെ കരുതിയില്ലെങ്കിൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്, ലക്ഷ്യം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച സ്ഥലത്ത്, ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നമുക്ക് നിൽക്കുവാൻ കഴിയാതെ പോകുന്നു. ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു പരിപൂർണമായ ഒരു ഹിതവും താല്പര്യവും ഒക്കെയുണ്ട്. അതിലേക്ക് പലപ്പോഴും പൂർണ്ണമായിട്ട് നിൽക്കുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല, മനസ്സിൽ കരുതുന്നില്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്ത് സ്വയം തൃപ്തരാകുകയല്ല, ദൈവവചനത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് നമ്മൾ കേൾക്കുക. വചനധ്യാനം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുക, സത്യസന്ധമായിട്ട് ദൈവവചനം മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരണത്തിലേക്കും ദൈവത്തിന് സ്തോത്രം അതേ ഒരു സ്വയം പരിശോധനയ്ക്കും വിധേയമാക്കി മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. 2, മാനസാന്തരപ്പെടുക. നമ്മൾ വിചാരിക്കുന്നത് ഒരു വ്യക്തി
പാപം ചെയ്ത് ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ മാനസാന്തരപ്പെട്ടു, ദൈവകൽപ്പന അനുസരിച്ചു, ദൈവസന്നിധിയിൽ ജീവിച്ചു, അതോടുകൂടി തീർന്നു എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. അനുദിന ജീവിതത്തിന്റെ അകത്ത് മാനസാന്തരം ആവശ്യമാണ്. ഇവിടെയാണ് നമുക്ക് ഒരു വലിയ തിരിച്ചറിവിന്റെ ആവശ്യം. ചിലർ വിചാരിക്കുന്നത് ഞാൻ വചനം പ്രസംഗിക്കുന്ന ആളാണ്, ഇല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് ഞാൻ നിൽക്കുന്ന ആളാണ്. തെറ്റിപ്പോയി. മാനസാന്തരപ്പെടുക. ദൈവഹിതം തിരിച്ചറിയാൻ മാനസാന്തരം ആവശ്യമാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. പുതുക്കമുള്ള മനസ്സ്, രൂപാന്തരമുള്ള മനസ്സ്, റിന്യൂഡ് ഹാർട്ട് ആൻഡ് മൈൻഡ്, അതാണ് നമുക്ക് ആവശ്യം. എന്തിന്? ജീവനും ദൈവത്തിന് പ്രസാദവും ജീവനും, അതെ, പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന്. ഇല്ലേ പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ വിശുദ്ധിയുള്ള ആരാധനയായി, ഇല്ലേ, നിങ്ങൾ ആ വാക്യം, ദൈവത്തിന് സ്തോത്രം, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. അപ്പം ദൈവം പ്രസാദിക്കുന്ന യാഗമായി നമ്മൾ മാറണമെങ്കിൽ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരം ആവശ്യമാണ്. ഇവിടെ അത് ആവശ്യമാണെന്നാണ് ദൈവം പറയുന്നത്. അടുത്തത്, നീ ഉണരാതെ ഇരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എപ്പോഴും നമുക്ക് രൂപാന്തരം ആവശ്യമാണ് എന്നുള്ളതാണ്. അടുത്തത് ഒരു പോസിറ്റീവായ കാര്യമാണ്, ഉടുപ്പ് മലിനമാകാത്ത കുറപ്പ് സർദീസിൽ നിനക്ക് ഉണ്ട്. ഈ ഉടുപ്പ്, ആത്മീക വസ്ത്രം എന്ന് പറയുന്നത്, ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ മലിനമായവരാണല്ലോ കുറച്ചുണ്ടായിരുന്നത്. അവരും ദൈവസഭയ്ക്കകത്താണ്, അവരും എന്താ ജീവനുള്ളവനെന്ന് പറഞ്ഞു നടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും ഉടുപ്പ്, വിശുദ്ധ ജീവിതമാകുന്ന ഉടുപ്പ്, പ്രവർത്തികളാകുന്ന അങ്കി എവിടെയെങ്കിലുമൊക്കെ മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശുദ്ധീകരണം പ്രാപിക്കുക, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. ഒരു നദി 2 കൈവഴികളായി ഒഴുകുന്നത് പോലെയാണ് ഇവിടുത്തെ ദൈവസഭയുടെ അവസ്ഥ. ബഹുഭൂരിപക്ഷവും ജീവനുള്ളവരെന്നുള്ള പേരിൽ സ്വയം സംതൃപ്തരായി, ദൈവം മുമ്പിൽ നിന്ന് അകന്ന് ആത്മീക മരണം ബാധിച്ചവരായി, എന്തൊക്കെയോ കുറച്ച് ജീവൻ പേരിനുണ്ടെന്നുള്ള നിലയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കൂട്ടർ ഉടുപ്പ് മലിനമാകാതെ, അതേ, വിശുദ്ധിയോടെ പരിപാവനമായ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്നു. ആ രണ്ടാമത്തെ കൂട്ടത്തിന്റെ അകത്ത് നമ്മളാകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവർ യോഗ്യന്മാരാകയാൽ. ആരാണ് യോഗ്യന്മാർ? ഉടുപ്പ് മലിനമാകാത്തവർ, അവരാണ് യോഗ്യന്മാർ. വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. സത്യത്തിൽ ആരാണ് യോഗ്യന്മാരായിട്ടുള്ളവർ? വിശുദ്ധ ജീവിതം നയിക്കുന്നവർ തന്നെയാണ് യോഗ്യന്മാരായിട്ട് ഉള്ളവർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഇല്ലേ? 110-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ദൈവസന്നിധിയിൽ യോഗ്യന്മാരാകണമെങ്കിൽ ദൈവം നമ്മളെ യോഗ്യരാക്കി എന്ന് മാത്രമല്ല, നാം ചില മേഖലകളിൽ സ്വയം യോഗ്യന്മാരായി ദൈവം തന്ന പദവി നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതെ, അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ദൈവത്തോടു കൂടെ നടക്കാനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നോഹ ദൈവത്തോടു കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. അതെ, ആത്മാവ് സഭകളോട് പറയട്ടെ. എന്താണ് ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്? ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു രജിസ്റ്ററാണ്. സ്വർഗത്തിൽ പേരെഴുതിയവരുടെ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുവാൻ ദൈവം പേരെഴുതിയ പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. ദാവീദ് 69-ാം സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയണമേ. ആരെക്കുറിച്ചാണ്? യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവചന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നവരുടെ പേര് മായ്ച്ചു കളയണമേ. അടുത്തത്, യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അപ്പം ദൈവത്തോട് പാപം ചെയ്താൽ പേർ മായ്ച്ചു കളയുവാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പേര് ചേർത്താൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ആശിച്ച് ധരിച്ചു മുന്നോട്ട് പോകുന്നവരുണ്ട്. അത് തെറ്റായ ധാരണയാണ്. ഈ ചിന്തകൾക്കൊക്കെ ചില മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. അനുദിന ജീവിതത്തിലും ദൈവാശ്രയത്തോടെ മുമ്പോട്ട് പോകാം. കർത്താവ് അതിന് നമ്മളെ സഹായിക്കട്ടെ.
ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. മാനസാന്തരത്തിൽ മുന്നോട്ട് പോകുവാൻ, മാനസാന്തരത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണം. ആമേൻ. വിശുദ്ധിയോടെ ജീവിപ്പാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും അടുത്ത സന്ദേശവുമായിട്ട് കാണാം. ആമേൻ.